ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പനിയാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. മാത്രമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചമ്മന്തിയുടെയും സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പനിയാരം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അരി ഉഴുന്നും കൂടി കൂട്ടി അരക്കുന്ന ദോശമാവാണ്. സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എന്നിവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് ഉഴുന്ന് പരിപ്പും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന ദോശമാവിനനുസരിച്ച് ഉള്ളിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ദോശമാവിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുകയാണ് നല്ലത്. നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പായിക്കോളും. ഇനി നമുക്ക് പനിയാരം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ അത്ര നിറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. എന്നാലും ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഒഴിക്കുന്ന പോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് ചട്ടിയാണ്. അപ്പോൾ ഈ ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചിട്ട് കാണിച്ചു തരികയാണ്. സാധാരണ ഞാൻ ജസ്റ്റ് ഓയിൽ പുരട്ടി കൊടുക്കാറേ ഉള്ളൂ. ഇതിൽ ഓയിലില്ലാതെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഇത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഓയിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇനി ഓരോ കുഴിയിലേക്ക് നമുക്ക് പനിയാരത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അടിഭാഗം ആയി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മാറ്റാണ്. എൻ്റെ ചട്ടി വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത് ചെറിയ സൈസിലുള്ള പനിയാരമായത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. ഇതിലിപ്പോൾ ആദ്യത്തെ ഓയിൽ തന്നെ കുറച്ച് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഓയിൽ പുരട്ടി കൊടുക്കണമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചട്ടി നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. അപ്പം നമ്മുടെ പനിയാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.